101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The depreciation method generally followed in cooperative accounting. Option A revaluation, option B annuity, option C global, ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ ഫണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ മെത്തേഡ് ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 102. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ഓപ്ഷൻ എ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഓപ്ഷൻ ബി ഒക്ട്രോയ്, ഓപ്ഷൻ സി റിപ്പയേഴ്സ്, ഓപ്ഷൻ ഡി ക്യാരേജ് ഇൻവേർഡ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മറ്റുള്ളവയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി റിപ്പയേഴ്സ് ആണ്. ബാക്കി വരുന്നതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. എന്നാൽ റിപ്പയേഴ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി റിപ്പയേഴ്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When capital is increased by an amount, it is recorded on the option A left side or credit side of the account, option B right or debit side of the account, option C right or credit side of the account, ഓപ്ഷൻ ഡി ലെഫ്റ്റ് ഓർ ഡെബിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് വെൻ ക്യാപിറ്റൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ ആൻ എമൗണ്ട്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണ് റെക്കോർഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റൈറ്റ് ഓർ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി റൈറ്റ് ഓർ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash in the cash book requires not posting to ledger. Option A discount received entry, option B discount allowed entry, option C contra entry, ഓപ്ഷൻ ഡി ക്യാഷ് സെയിൽസ് എൻട്രി. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ട്രാൻസാക്ഷൻ ആണ് ലെഡ്ജർ പോസ്റ്റിംഗ് വേണ്ടാത്തതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കോൺട്ര എൻട്രി ആണ്. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാങ്ക് എമൗണ്ട് കോളം ഉണ്ട്, ക്യാഷിൻ്റെ എമൗണ്ട് കോളം ഉണ്ട്. നമ്മൾ കോൺട്ര എൻട്രി വരുന്ന സമയത്ത് ഈ രണ്ട് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ലെഡ്ജർ പോസ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കോൺട്ര എൻട്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 105. എ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. ഓപ്ഷൻ എ സാലറീസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഗുഡ്സ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ബാങ്ക് അക്കൗണ്ട്. തന്നിരിക്കുന്നവയിൽ ഒരു ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് തന്നെയാണ്, എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സാലറീസ് അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false related to income and expenditure account? Option A outstanding expenses and outstanding incomes are not included in this account. Option B depreciation, bad debt, etc. are recorded in this account. Option C credit side of this account records income. Option D the difference between both sides are surplus or deficit. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. കാരണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ഡിപ്രീസിയേഷൻ, ബാഡറ്റ് എക്സെട്ര ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. ഇത് ശരിയാണ്. ഡിപ്രീസിയേഷനും ബാഡറ്റും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് ഇൻകം. ഇതും കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് സൈഡ്സ് ആർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. രണ്ട് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതും ശരിയായിട്ടാണ് വരുന്നത്. ഇവിടെ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെയാണ്, ഓപ്ഷൻ എ ആണ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The debit balance of rupees 25,000 in a cash account shows that option A there was rupees 25,000 cash in hand, option B rupees 25,000 was the total of cash paid out, option C cash has been overspent by rupees 25,000, option D total cash received was less than rupees 25,000. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ക്യാഷ് അക്കൗണ്ടിൽ 25,000 ഡെബിറ്റ് ബാലൻസ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ദർ വാസ് rupees 25,000 ക്യാഷ് ഇൻ ഹാൻഡ്. നമുക്കറിയാം ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടിൽ 25,000 ഡെബിറ്റ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് 25,000 ഉണ്ടെന്നാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ദർ വാസ് rupees 25,000 ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ എമൗണ്ട് ഈസ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക് ദെൻ ഓപ്ഷൻ എ ക്യാഷ് ബുക്ക് വിൽ ഷോ ലെസ് ബാലൻസ് ആൻഡ് ബാങ്ക് ബുക്ക് വിൽ ഷോ മോർ. ഓപ്ഷൻ ബി ക്യാഷ് ബുക്ക് വിൽ ഷോ മോർ ബാലൻസ് ആൻഡ് ബാങ്ക് ബുക്ക് വിൽ ഷോ ലെസ്. ഓപ്ഷൻ സി ക്യാഷ് ബുക്ക് വിൽ ഷോ ഡബിൾ ബാലൻസ്. ഓപ്ഷൻ ഡി ബാങ്ക് ബുക്ക് വിൽ ഷോ ഡബിൾ ബാലൻസ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ആൻ എമൗണ്ട് ഈസ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക്, നമുക്ക് പൈസ തരാനുള്ള ഒരാൾ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്യാഷ് ബുക്ക് വിൽ ഷോ ലെസ് ബാലൻസ് ആൻഡ് ബാങ്ക് ബുക്ക് വിൽ ഷോ മോർ. അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് വന്നിട്ടില്ല, കാരണം നമ്മളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബാങ്ക് ബുക്കിൽ മോർ ബാലൻസ് ആയിരിക്കും അപ്പോൾ കാണിക്കുന്നത്, ക്യാഷ് ബുക്കിൽ അത്രയും ബാലൻസ് കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ട് ഇൻ ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ ക്യാഷ്. ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ക്യാഷ്. ഓപ്ഷൻ ഡി നോ ചേഞ്ച് ഇൻ ലയബിലിറ്റി. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വരുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ ക്യാഷ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളാണ്. അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ സമയത്താണ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്രീസ് ഇൻ ക്യാഷ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ ക്യാഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 110. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ബി എറർ ഓഫ് കമ്മീഷൻ. ഓപ്ഷൻ സി എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഓപ്ഷൻ ഡി കോമ്പൻസേറ്റിംഗ് എറർ. റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എററിന് എക്സാമ്പിൾ ആണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എറർ ഓഫ് കമ്മീഷൻ ആണ്. റോങ് പോസ്റ്റിംഗ്, റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ് എല്ലാം വരുന്നത് എറർ ഓഫ് കമ്മീഷൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എറർ ഓഫ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ട്രയൽ ബാലൻസ് ടോട്ടൽസ് ഡു നോട്ട് എഗ്രി ദ ഡിഫറൻസ് മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ഓപ്ഷൻ എ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ ബി എ നോമിനൽ അക്കൗണ്ട്. ഓപ്ഷൻ സി ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓപ്ഷൻ ഡി എ സസ്പെൻസ് അക്കൗണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രയൽ ബാലൻസ് ടോട്ടൽസ് ഡു നോട്ട് എഗ്രി, ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡിലെയും ടോട്ടൽ എഗ്രി ചെയ്തില്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നാണ്, ദ എമൗണ്ട് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എ സസ്പെൻസ് അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഷാൽ ബി ഷോൺ ഓൺ ദ ഡാഷ്. ഓപ്ഷൻ എ ഇൻകം സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി എക്സ്പെൻസ് സൈഡ്. ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ ഡി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എവിടെയെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റി ഏൺ ചെയ്ത ഇൻട്രസ്റ്റ് ആണ്. സൊസൈറ്റിനെ സംബന്ധിച്ച് അതൊരു അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നത് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിലായിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 113. ബാഡറ്റ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ഈസ് റിക്കവേർഡ് സബ്സിക്വൻ്റ്ലി ഡാഷ്. ഓപ്ഷൻ എ ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓപ്ഷൻ ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ സി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ബാഡറ്റ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ്, നമ്മൾ നേരത്തെ റൈറ്റ് ഓഫ് ചെയ്ത ബാഡറ്റ് പിന്നീട് അതിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടി. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ബാഡറ്റ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് അത് നമുക്ക് തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡറ്റ് റിക്കവേർഡ് അക്കൗണ്ട് ആണ്. ഇനി ഇതിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എൻട്രി വരുന്നത് ബാഡറ്റ് റിക്കവേർഡ് അക്കൗണ്ട് ഡെറ്റർ ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിനെയാണ് ലാസ്റ്റ് നമ്മൾ ബാഡറ്റ് റിക്കവേർഡ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സബ്സ്ക്രിപ്ഷൻസ് ഫോർ ദ കറണ്ട് ഇയർ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ ആർ ടു ബി. ഓപ്ഷൻ എ ക്രെഡിറ്റഡ് ടു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓപ്ഷൻ സി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓപ്ഷൻ ഡി ക്രെഡിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട്. ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻസ് ഫോർ ദ കറണ്ട് ഇയർ, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ
റിസീവ് ചെയ്തു. അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ P&L അക്കൗണ്ട് പോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതിൽ ഇൻകം റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If the total charge of depreciation and maintenance is considered as the method which provide a uniform charges, option A annuity method, option B straight line method, option C diminishing balance method, option D insurance policy method. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിഫോം ബേസിസിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഏതാണ് വരുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 116. The amount set aside to meet the loss of bad debt is dash. Option A liability, option B reserve, ഓപ്ഷൻ സി പ്രൊവിഷൻ, ഓപ്ഷൻ ഡി കണ്ടിൻജന്റ് ലയബിലിറ്റി. നമ്മൾ ഭാവിയിൽ വരാനുള്ള ബാഡ് ഡെറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന എമൗണ്ടിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രൊവിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement contains all types of account, that is personal, real and nominal account? Option A balance sheet, option B trial balance, option C income statement, option D none of these. ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് എല്ലാ ടൈപ്പ് അക്കൗണ്ട്സും വരുന്നതെന്നാണ്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ഇവയെല്ലാം വരുന്നത് ഏത് സ്റ്റേറ്റ്മെൻറ്റിലെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിലാണ് ഈ എല്ലാ ടൈപ്പ് അക്കൗണ്ട്സും വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 118. ഡാഷ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. ഓപ്ഷൻ എ WDV, ഓപ്ഷൻ ബി SLM, ഓപ്ഷൻ സി സിങ്കിങ് ഫണ്ട്, ഓപ്ഷൻ ഡി റിഡംഷൻ ഫണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ WDV ആണ്, റിട്ടൺ ഡൗൺ വാല്യൂ. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇതിന് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നും കൂടി ഒരു പേരുണ്ട്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ WDV ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Qualitative transactions are not recorded in accounts due to dash. Option A dual aspect concept, option B accrual concept, option C money measurement concept, option D none of these. ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കൺസെപ്റ്റ് പ്രകാരമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരമാണ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Discount on issue of debentures is a dash. Option A capital loss, option B capital profit, option C revenue loss, option D revenue profit. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നവയിൽ എന്താണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പാർ വാല്യൂവിനേക്കാളും താത്തി ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫേസ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ക്യാപിറ്റൽ ലോസ് ആയിരിക്കും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്യാപിറ്റൽ ലോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 121. If an employee of the business files a suit on in business, it is considered in the books as option A legal expense, option B liability, option C contingent asset, option D contingent liability. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എംപ്ലോയി ഓഫ് ദ ബിസിനസ് ഫയൽസ് എ ലീഗൽ സ്യൂട്ട്. ബിസിനസ്സിൻ്റെ എംപ്ലോയി ബിസിനസ്സിനെതിരായിട്ടൊരു ലീഗൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തായിട്ടാണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കണ്ടിൻജന്റ് ലയബിലിറ്റി ആണ്. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അതൊരു ലയബിലിറ്റി ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. അത് ഈ കേസിൽ വരുമ്പോൾ അത് നമ്മുടെ കോടതിയുടെ തീരുമാനം അനുസരിച്ചിരിക്കും ഭാവിയിൽ അത് ലയബിലിറ്റി ആവുമോ ആവില്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അതിനെ കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്? ഓപ്ഷൻ എ ഡെബിറ്റ് ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, ഓപ്ഷൻ സി
ഫ്രഷ് ക്യാപിറ്റൽ ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഓപ്ഷൻ ഡി നെറ്റ് ഇൻകം ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡെബിറ്റ് ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഡെബിറ്റ് ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡെബിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിൻ്റെ ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി ക്രെഡിറ്റ് ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി നോക്കാം. ഫ്രഷ് ക്യാപിറ്റൽ ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. നമ്മൾ ബിസിനസ്സിലേക്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൂന്നാമത്തതും ശരിയാണ്. നെറ്റ് ഇൻകം ഇൻക്രീസസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ബിസിനസ്സിൽ ഇൻകം വരുന്നതനുസരിച്ച് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും ശരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ആർ പെയ്ഡ് ഔട്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്? ഓപ്ഷൻ എ ജനറൽ എക്സ്പെൻസ്. ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ എക്സ്പെൻസ്. ഓപ്ഷൻ സി സെല്ലിംഗ് എക്സ്പെൻസസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ടൈപ്പ് എക്സ്പെൻസസ് ആണ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും പേ ചെയ്യുന്നതെന്നാണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റായിട്ട് കിട്ടുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്ന എക്സ്പെൻസസ് എല്ലാം പേ ചെയ്യുന്നത്. ഇവിടെ വരുന്നത് ജനറൽ എക്സ്പെൻസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് ഇവയെല്ലാം നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പേ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 124. സെയിൽ ഓഫ് ഫർണിച്ചർ ബൈ എ ഫർണിച്ചർ ഡീലർ ഫോർ ക്യാഷ് ഈസ് ഡെബിറ്റഡ് ടു. ഓപ്ഷൻ എ ക്യാഷ് അക്കൗണ്ട്. ഓപ്ഷൻ ബി സെയിൽസ് അക്കൗണ്ട്. ഓപ്ഷൻ സി ഫർണിച്ചർ അക്കൗണ്ട്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സെയിൽ ഓഫ് ഫർണിച്ചർ ബൈ എ ഫർണിച്ചർ ഡീലറാണ്. ഫർണിച്ചർ ഡീലർ ഫർണിച്ചർ വിറ്റ് കഴിഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് വരുമ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിലേക്കാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്യാഷ് അക്കൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ ഓഫ് ബിസിനസ് ഡിക്രീസസ് ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ ഡ്രോവിങ്സ്. ഓപ്ഷൻ ബി ഇൻകം. ഓപ്ഷൻ സി ഗെയിൻസ്. ഓപ്ഷൻ ഡി ഫ്രഷ് ക്യാപിറ്റൽ. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ഇത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡ്രോവിങ്സ് ആണ്. ഡ്രോവിങ്സ് എന്ന് പറയുന്നത് എമൗണ്ട് പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എമൗണ്ട് ആണ് ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ബാലൻസ് വരുന്ന ഇൻകം, ഗെയിൻസ്, ഫ്രഷ് ക്യാപിറ്റൽ ഇവയെല്ലാം ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിനെ കൂട്ടുന്ന ഐറ്റമാണ്. ഡ്രോവിങ്സ് വരുന്ന സമയത്താണ് ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കുറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡ്രോവിങ്സ് ആണ്.